അതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കശ്മീരിലെ കുപ്വാര ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഓഫീസർ ഉൾപ്പെടെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. 2 CRPF ജവാന്മാർ, 2 ജമ്മു പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു പ്രദേശവാസി എന്നിവരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. വെടിവയ്പിൽ തകർന്ന ഒരു വീടിന്റെ അവശിഷ്ടത്തിനിടെ മരിച്ച രീതിയിൽ കിടന്ന ഒരു ഭീകരൻ നടത്തിയ വെടിവയ്പിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. കുപ്വാര ജില്ലയിലെ കാൽഗുരുഡ് ഗ്രാമത്തിൽ തീവ്രവാദികൾക്കായുള്ള തിരച്ചിലിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വീടിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ 2 ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഏറ്റുമുട്ടലിൽ CRPFന്റെ ഒരു കമാൻഡർ അടക്കം 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം കശ്മീരിൽ 4 പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കശ്മീരിൽ അമ്മയും 2 മക്കളും കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ അമ്മയും 2 കുട്ടികളുമടക്കം 3 പേരാണ് കൊല്ലപ്പെട്ടത്. പൂഞ്ച് ജില്ലയിലെ സാലോത്രിയിലാണ് സംഭവം. പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നും സ്ഥിരീകരിച്ചു. റുബാന കൗസർ, ഇവരുടെ മകൻ വസാർ, 9 മാസം പ്രായമുള്ള മകൾ ശബ്നം എന്നിവരാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. റുബാന കൗസറിന്റെ ഭർത്താവ് ഉൾപ്പെടെ 2 പേർക്ക് ഷെല്ലാക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. പൂഞ്ചിലെ സലോത്രി, മൻകോട്ട്, കൃഷ്ണഘാട്ടി, ബാലാകോട്ട് എന്നിവിടങ്ങളിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് രൂക്ഷമായ ഷെല്ലാക്രമണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ 8 ദിവസമായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പ്രകോപനം തുടരുകയാണ്. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതോടെ ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണവും നടക്കുന്നുണ്ട്. മോട്ടാറും ഹോവിസ്റ്റർ പീരങ്കിയും ഉപയോഗിച്ചാണ് പാകിസ്ഥാന്റെ ആക്രമണം തുടരുന്നതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടിരുന്നു. പൂഞ്ച്, രജൌരി ജില്ലയിൽ ജനവാസ കേന്ദ്രങ്ങളിലും സൈനിക പോസ്റ്റുകളും ലക്ഷ്യമിട്ട് തുടർച്ചയായി പാക് സൈന്യം വെടിയുതിർക്കുന്നുണ്ട്. 60 തവണയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ ഇന്നലെ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 6 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ CRPF ഓഫീസറാണ്. ഒരു ജവാനും 2 പോലീസുകാരുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഒരു CRPF കമാൻഡർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ജമ്മു കാശ്മീർ പോലീസും CRPFും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ഭീകരരാണ് വെടിവയ്പ് നടത്തിയത്. പിന്നീട് സേന തിരിച്ചടിച്ചു. ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഇതിനിടെ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. വൈകിട്ട് 4:15 രജൌരിയിലെ നൌഷേര സെക്ടറിൽ പാക് സൈന്യം വെടിവയ്പ് നടത്തി. പിന്നാലെ 6 മണിയോടെ മെൻദാർ, ബാലാകോട്ട്, കൃഷ്ണഘാട്ടി സെക്ടറിലും പാക് സൈന്യം വെടിവയ്പ് നടത്തി. വിംഗ് കമാൻഡർ അഭിനന്ദനെ പാകിസ്ഥാൻ കൈമാറുന്നതിനിടെയാണ് ജമ്മു കാശ്മീർ മേഖലയിൽ വീണ്ടും പാക് പ്രകോപനമുണ്ടായത്. അതേസമയം പാക് ചാരൻ എന്ന സംശയത്തിൽ പഞ്ചാബിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഫിറോസ്പൂരിലെ മവോക്കിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. മൊബൈൽ ഫോൺ, സിം കാർഡ്, ക്യാമറ എന്നിവയും ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ മൊറാദാബാദ് സ്വദേശിയാണ് ഇയാളെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു BSF കേന്ദ്രത്തിന്റെ ചിത്രം എടുക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് പിടികൂടിയ ഫോണിൽ പാകിസ്ഥാൻ സിം കാർഡാണ് ഉണ്ടായിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ വിഭാഗങ്ങളുമായി ബന്ധപ്പെടാനുള്ള നമ്പറുകൾ ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെത്തി. കൂടാതെ നിരവധി പാകിസ്ഥാൻ ഫോൺ നമ്പറുകളും കണ്ടെത്തിയിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിലാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ പരിശോധന കർശനമാക്കിയത്. അതേസമയം പാക് പിടിയിലായിരുന്ന കമാൻഡർ അഭിനന്ദനെ പാകിസ്ഥാൻ ഇന്നലെ മോചിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.